വാഴയിലയിൽ പൊള്ളിച്ചെടുത്തില്ല നല്ലൊരു ഫിഷ് മസാല കേട്ടോ നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. നല്ല മഴയത്ത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രത്യേക ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഒരു മീനിന് ചെറിയൊരു മാരിനേഷൻ ചെയ്യണം. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് വെള്ളം, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറുനാരങ്ങനീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലൊരു മാരിനേഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് മീനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. വലിയ മീൻ തന്നെ വേണമെന്നൊന്നുമില്ല. അയിലയോ മത്തിയോ അങ്ങനെ ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വരയൊക്കെ ഇട്ടുള്ള മീനിലേക്ക് നമ്മൾ ഈ മാരിനേഷൻ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. മസാല നമ്മൾ മീൻ വരക്കിട്ട ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ അകത്തൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നമ്മൾ ബീച്ച് സൈഡിലൊക്കെ നമ്മൾ ഡിന്നറും ലഞ്ചൊക്കെ കഴിക്കാൻ പോകുമ്പോൾ എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് സീ ഫുഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ വാഴൻ്റെ ഇലയിൽ പൊള്ളിച്ചിട്ടുള്ള അതിൻ്റെ ആ ഒരു സ്മെല്ല് ആ സൈഡിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ നമ്മളിതെല്ലാം പുറത്തൊന്നും പോയി കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിലുള്ള ഏത് മീനായാലും നമ്മൾ ഇതുപോലെ മസാല തയ്യാറാക്കിയിട്ട് ഉണ്ടാക്കിയെടുത്താൽ അതേ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിത് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളിത് ജസ്റ്റ് കുറച്ച് എണ്ണയിലൊന്നും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരുപാട് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് രണ്ട് സൈഡിലും ഒരു 3-4 മിനിറ്റ് ഒരു സൈഡ് കുക്ക് ചെയ്തതിന് ശേഷം മറിച്ചിട്ടിട്ട് ആ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ മീൻ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇരുന്ന് നല്ല രീതിയിൽ തന്നെ അങ്ങനെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 60% കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു സെയിം പാനിലേക്ക് തന്നെ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വലിയ 2 സവാള, അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കളർ മാറുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്നിങ്ങനെ വഴന്ന് വന്ന സമയത്ത് നമ്മളിതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ തക്കാളി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം കേട്ടോ. അപ്പോൾ അതിനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ സിമ്മിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കുറച്ച് സമയം അടച്ചു വെച്ചാൽ മതി കേട്ടോ. തക്കാളി പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ഒന്നിങ്ങനെ തൂവി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, തക്കാളി നമ്മളൊരു 2-3 മിനിറ്റ് മാത്രം നമ്മൾ അടച്ചു വെച്ചപ്പോഴത്തേക്ക് തക്കാളിയൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ആ ഒരു മീനിലേക്കുള്ള ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീരോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ മസാലയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടാനായിട്ട് മല്ലിയിലൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് പൊള്ളിച്ചെടുക്കാനുള്ള ഒരു വാഴയിലൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. വാട്ടിയ വാഴയിലാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പൊതിയാനും ഒക്കെ നല്ലൊരു ഇതായിരിക്കും. ഇനി നമ്മളിതിലേക്ക് പകുതിയോളം മസാല ഒന്നിങ്ങനെ ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ആ ഒരു മീൻ എത്ര ഭാഗത്താണോ നിൽക്കുന്നത് അതിനനുസരിച്ച് നമ്മളൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള മീൻ വെച്ച് ബാക്കി മസാലയും കൂടെ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അവസാനം ഞാനിതൊരു കറിവേപ്പിലയും കൂടെ ഒന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വാഴയില നന്നായിട്ടൊന്നിങ്ങനെ പൊതിഞ്ഞ് കവർ ചെയ്തെടുക്കുകയാണ്. ഇനി വാഴയുടെ നാരോ അല്ലെങ്കിൽ നൂലോ ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ കെട്ടിയെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കാനായിട്ട് വാഴൻ്റെ ഇല കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ട് നമ്മളിതിലേക്ക് ഈ പൊതി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മളൊരു 4-5 മിനിറ്റ് സിമ്മിലൊന്നങ്ങനെ കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമ്മളിതൊന്ന് മറച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ തന്നെ ഇതാ ഒരു സൈഡൊക്കെ നല്ല രീതിയിൽ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ആ ഒരു സൈഡും കൂടെ 2 സൈഡും കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറിന് ശേഷം നമ്മളിതൊന്ന് ഓപ്പൺ ആക്കി നോക്കുകയാണേ. ഇത് തുറക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു മണമാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ചൂട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മീൻ എടുക്കാൻ നോക്കിയപ്പോൾ കഴിയുന്നില്ല. കാരണം ആ ഒരു ആവി ഇങ്ങനെ നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പൊളിച്ചെടുത്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നല്ല രീതിയിൽ തന്നെ കുക്കായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം വണ്ണമുള്ള മീനായിരുന്നല്ലോ, എന്നിട്ട് നല്ല രീതിയിൽ തന്നെ കുക്കായിട്ടുണ്ട്. നമ്മൾ ഏകദേശം 2 സൈഡിൽ ഒരു 5 മിനിറ്റോളാണ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഏതെങ്കിലും മീൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.